അങ്ങനെ നമ്മൾ നമ്മുടെ കാശ്മീർ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരതിൽ ജമ്മു താവിയിലോട്ടാണ് പോകുന്നത്. എന്താ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മുടെ പ്ലാൻ വേറെയായിരുന്നു. നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് ഉധംപൂർ എത്തി, അവിടെ നിന്ന് പ്രൈവറ്റ് ടാക്സി എടുത്ത് ബനിഹാലിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഐക്കോണിക് ഉള്ള ട്രെയിൻ ജേർണി ആയിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ ഋതിക്കുട്ടൻ്റെ പനി നമ്മുടെ പ്ലാൻ മുഴുവൻ തെറ്റിച്ചു. പിന്നെ നമുക്ക് ട്രെയിനിൽ ഫുഡും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. 150 രൂപയാണ് ഈ ഒരു സെറ്റ് സ്നാക്സിന്. ഈ ട്രെയിൻ ന്യൂഡൽഹിയിൽ നിന്നായിരുന്നു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ത്രീയിലേക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് വൈഷ്ണോദേവി ടെമ്പിളിലേക്കുള്ള ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. നമ്മൾ ജമ്മു താവി എയർപോർട്ടിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലാണ്, ഏറ്റവും നിയറസ്റ്റ് ഹോട്ടലിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റൂമിലാണ് ഞങ്ങൾ ജമ്മു താവിയിൽ താമസിച്ചത്. 2200 റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ റൂം വലിയ കുഴപ്പമില്ല, പക്ഷെ ഹീറ്റർ ഇല്ലായിരുന്നു. പക്ഷെ വലിയ തണുപ്പൊന്നും ജമ്മു താവിയിൽ വലിയ ഫീലിംഗ്. നൈറ്റ് 12 മണിക്ക് എത്തിയപ്പോഴും ആളിവിടെ ഉണ്ടായിരുന്നു. അതിന് ഓപ്പോസിറ്റ് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. എയർപോർട്ട് കാണുന്നതാണ് എയർപോർട്ട്. അടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടായിരുന്നു എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്ത് കാണാനാ പോണേ? കാശ്മീരിലേക്ക് സ്വാഗതം. മാസ്ക് ഇടാതാണോ? നമ്മൾ ഹാഫ് ആൻ അവർ പോലും എടുത്തില്ല, പെട്ടെന്ന് തന്നെ ജമ്മുന്ന് ശ്രീനഗറിലോട്ട് എത്തി. നല്ല ശക്തിയുള്ള കാറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതും നമുക്ക് ആ മൂക്കിലോട്ട് അടിച്ചു കയറുമ്പോൾ മൂക്കൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഫസ്റ്റ് നോക്കിയത് നെറ്റ്വർക്ക് ഉണ്ടോയെന്നാണ്. നമ്മൾ പോസ്റ്റ് പെയ്ഡ് സിം ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടനെ വിളിച്ചു, ആൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സിം പോസ്റ്റ് പെയ്ഡ് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കൗണ്ടേഴ്സ് ഉണ്ട്. ആ കൗണ്ടറിൽ നമുക്ക് സിം കിട്ടും, പക്ഷേ നമുക്ക് കുറച്ച് ടൈം എടുക്കും ആക്ടിവേറ്റ് ആവാൻ. അപ്പം മാക്സിമം പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഹോട്ട്സ്പോട്ടിൽ ഫുള്ള് സ്കാമാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സജസ്റ്റ് ചെയ്ത് തന്നൊരു ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു, ശ്രീനഗർ തന്നെ. ഒരു ചെറിയൊരു ഹോട്ടലാണ്, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. തിരക്കിൻ്റെ കാരണം ഫുഡ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഫുഡ് വാസ് റിയലി അമേസിങ്. ഫുഡ് കിടുവായിരുന്നു. നമ്മളൊരു പറാത്തയും ചോലയും പിന്നെ രാജ്മ ചാവലും ഒരു ലസ്സിയുമായിരുന്നു ഓർഡർ ചെയ്തത്. കാണുമ്പോൾ ബിരിയാണി പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് രാജ്മ ചാവലാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ സാലഡ്സ് പോലെ അവർ കുക്കുംബറും ഓണിയനും പിന്നെ ഒരു ചില്ലീൻ്റെ ഒരു ചമ്മന്തി പോലെ ഒരു സാധനവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇനി ഞാൻ എവിടെ പോയാലും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. രാജ്മ ചാവൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി. കൃഷ്ണ വൈഷ്ണവോ ധാബ നല്ല ഫുഡാണ്, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്ക് മറ്റേ ലസ്സിയൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇവിടുത്തെ ലസ്സി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡാൽ ലേക്ക് നിന്ന് ഹൗസ് ബോട്ടാണ് ഫസ്റ്റ് ഡേ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷിക്കാരിയിൽ കയറിയിട്ടാണ് ഹൗസ് ബോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈവനിങ് വേറെ ഷിക്കാര റൈഡ് ഉണ്ട്. ഇത് ഹൗസ് ബോട്ടിലോട്ട് പോകാൻ വേണ്ടി മാത്രമുള്ള ഷിക്കാര റൈഡാണ്. അവിടെ മഞ്ഞ് ദൂരെ കാണുന്നുണ്ട്. ഇതാണ് ഡാൽ ലേക്ക്. ഇല്ല, ആൾക്കാർ വലിയ പ്രശ്നമില്ല, നല്ല ആൾക്കാരാണ്. സ്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു, എത്രത്തോളം സ്കാം ഉണ്ടെന്ന് അറിയില്ല. ഈവനിങ് ഷിക്കാര റൈഡ് പോവാന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു തോണിയിൽ കയറ്റിയിട്ട് റൂമിൽ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോവാണ്. നമ്മൾ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഓടുന്ന ഹൗസ് ബോട്ടല്ല, ഒരു ഭാഗത്ത് നിലയുറച്ച് നിൽക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഹൗസ് ബോട്ടാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതെല്ലാം ഓരോ ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ കാണുന്ന ലൈല മജ്നു എന്ന് പറയുന്ന ഹൗസ് ബോട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 2:30 ആകുമ്പോഴത്തേക്കും ഹൗസ് ബോട്ടിലെത്തി. അപ്പോൾ വേഗം റെഡി ആവണം. ഷിക്കാരിലോട്ട് പോവാണ്, ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇരുട്ടാവാത്തതിന് മുമ്പ് തന്നെ ഇതാണ് നമ്മുടെ ഷിക്കാര. കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഇതിനകത്ത്. ഇപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് കിട്ടും. ഇപ്പോഴും നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഷിക്കാര റൈഡിന് നേരത്തെ പോയിട്ട് തണുപ്പാവുന്നതിന് മുന്നേ തിരിച്ചു വരണമായിരുന്നു. ഷിക്കാര കയറിയ ഉടനെ തന്നെ ഒരുപാട് കച്ചവടക്കാരെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, ഹുക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ദൂരെ പോയിരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ബാക്കിൽ മഞ്ഞുമല, ഫ്രണ്ടില് ഷിക്കാര.
റെഡി. ഇവിടെയുള്ള എല്ലാ കടകളും ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. കുറേ കാശ്മീരി ഡ്രസ്സുകൾ, വിൻ്റർ ഡ്രസ്സുകൾ, പിന്നെ അതുകൂടാണ്ട് തന്നെ ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്ത് അല്ലാതെ വേറെ അവിടെയുള്ള ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കടകൾ, പലചരക്ക് കടകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. ഷൂട്ട് ചെയ്ത പോയിന്റ് ഹൈദർ പോയിന്റ്, ഇതൊരു മൂവി പോയിന്റ് പോലെ, ഫോട്ടോ പോയിന്റ് പോലെ, മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം. കുറേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മാർക്കറ്റിനകത്ത് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ദാൽ ലേക്കിലെ ആളുകൾ സൺസെറ്റും സൺറൈസും കാണാനാണ് അധികമായി പോകുന്നത്. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. അപ്പോൾ ഇതാണ് ചിക്കൻ കറി, കാശ്മീരി ചിക്കൻ കറി. ഷിക്കാര റൈഡ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ഹൗസ് ബോട്ടിലോട്ടാണ്. അവിടെ പോയി കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 8 മണിയാകുമ്പോൾ ഡിന്നർ റെഡിയായി. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. ചോറും ദാലും ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. തണുപ്പുണ്ടോ ചോദിച്ചാൽ തണുപ്പുണ്ട്. ഞാൻ കുറേ നേരം ഉള്ളിലായിരുന്നു. ഒരു പുകയൊക്കെ പോകുന്നുണ്ട്. നല്ല വ്യൂ ആണ്. പുറത്ത് വ്യൂ എന്ന് പറഞ്ഞാൽ മേലെ ഒരു അമ്പലമുണ്ട്. അവിടെ നിന്ന് ലോക്കൽ ആളുകളൊന്നും താമസിക്കുന്നില്ല. അത് മുഴുവൻ ഒരു അമ്പലവും പിന്നെ ഇവിടെ കുറേ ആർമീൻ്റെ ക്യാമ്പുകളൊക്കെയാണ്. ക്യാമ്പ് മീൻസ് ആർമീൻ്റെ ഹഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ കാണുന്നതിൽ കുറേ ഹൗസ് ബോട്ടും കുറേ അവരുടെ വീടുകളൊക്കെയാണ്, അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ഹൗസ് ബോട്ട് നല്ല ട്രഡീഷണലായിട്ട് ഒരു അങ്ങനെയുള്ളൊരു സെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഋതിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഋതിക്കുട്ടി ഫീവറൊക്കെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ കുറേ നേരമായി. ഞാൻ കുറച്ച് കൊടുത്തു, പിന്നെ ബാക്കി സുജിയാണ് കൊടുക്കുന്നത്. കാലത്ത് കഴിച്ചത് വെറും ബനാന, ഉച്ചയ്ക്കും ബനാന, രാത്രിയാണ് എന്തെങ്കിലും കഴിക്കുന്നത്. അത് ഇത്തിരി അതേണ്ട കുക്കുംബർ 3 എണ്ണം, 4 ചപ്പാത്തി, 1 പിടി ചോറ്. ഇതേ ഒരു പിടി ചോറ് കഴിച്ചാൽ പോരെ? ഒരു പിടി എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ചോറ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര പണിയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മള് പോവാണെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ നമ്മളെ വീട്ടിൽ കൊടുക്കണ പോലെ ആ ക്വാണ്ടിറ്റി അത്രയും കൊടുക്കാൻ നോക്കാണ്ടാക്കി. ഇപ്പോൾ നമ്മൾ എന്താണോ കഴിക്കണത് അത് കഴിച്ചിട്ട് ഇരുന്നോട്ടെ, ആൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ, അങ്ങനെയൊക്കെ. ഇന്നലെ അതുപോലെ കഴിച്ചിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് കൊടുത്തിട്ട് വോമിറ്റ് ചെയ്തു. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. എന്ത് പറഞ്ഞു അതുപോലെ ചെയ്യും. പിന്നെ അതാണ് നമ്മുടെ കെയർടേക്കർ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതിലിപ്പോ ഇത് ഹീറ്റിംഗ് ആണ്. ഇതിനുള്ളില് ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല ചൂട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്